നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധിയിൽ പാലക്കാട് സപ്ലൈകോ ഓഫീസിൽ ബി.ജെ.പി. കർഷക മോർച്ചയുടെ പ്രതിഷേധം. ഉദ്യോഗസ്ഥരെ ഓഫീസ് തുറക്കാൻ അനുവദിക്കില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. കർഷകർ നെല്ല് കൊയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസങ്ങളായി, 2 മാസത്തിലധികമായി പലരും നെല്ല് കൊയ്ത്ത് കഴിഞ്ഞ് ഇങ്ങനെ കൂട്ടിവയ്ക്കുന്നു. ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികളും ഇപ്പോൾ പാലക്കാട്ടെ കർഷകർ അനുഭവിക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നത്. എന്താണ് ഇപ്പോൾ ഉപരോധം കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? കൊയ്ത്ത് കഴിഞ്ഞിട്ട് മാസങ്ങളായി നെല്ല് ചാക്കിലാക്കി സൂക്ഷിക്കാൻ പറ്റാത്തവര് മുറ്റത്ത് കൂട്ടിയിട്ടിരിക്കുന്നു, റോഡിൽ കൂട്ടിയിട്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ ഈ മാസങ്ങളായിട്ടും സംഭരിച്ചിട്ടില്ല. നെല്ല് സംഭരിക്കാത്തതിന്റെ പേരിലാണ് കർഷക മോർച്ച ഇതുപോലൊരു പ്രതിഷേധ സമരം നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ആഴ്ചയും ഈ പറയുന്ന ബില്ലുകാരുമായിട്ടുള്ള ചർച്ച ഉണ്ടാവും, ചർച്ച നടക്കും എന്ന് മാത്രം പറയുക മാത്രമല്ല, ഈ ചർച്ചയിൽ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി ഈ പറയുന്ന കൃഷി വകുപ്പോ കൃഷി മന്ത്രിയോ കേരള സർക്കാരോ അത് ഒരു നയം വ്യക്തമാവുന്നില്ല, നിലപാട് വ്യക്തമാവുന്നില്ല. ഈ കാരണം കൊണ്ടാണ് കർഷകർ ദുരിതത്തിലായിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം കണ്ടിട്ടേ കർഷക മോർച്ച ഇതിൽ നിന്ന് പിൻവാങ്ങുകയുള്ളൂ. വലിയ ദുരിതത്തിലാണ് പാലക്കാട്ടെ കർഷകർ. മാസങ്ങളായി ഇങ്ങനെ നെല്ല് സൂക്ഷിച്ചു വെക്കേണ്ട അവസ്ഥ, അത് വലിയ ചിലവുണ്ടാക്കുന്നതാണ്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട്. അതേസമയം തന്നെ പല ചെറുകിട കർഷകരും സ്വകാര്യ മില്ലുകൾക്ക് 19 രൂപയ്ക്കൊക്കെ തന്നെ നെല്ല് വിറ്റ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മൽഗോഴ്സി മോഹനൊപ്പം ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ് പാലക്കാട്.